പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ ഒരു സഹനത്തിനും നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാനും പരീക്ഷിക്കുവാനും പല പ്രവർത്തനങ്ങളും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നമുക്ക് തോന്നും. പലരുടെയും വിശ്വാസം ക്ഷയിച്ചു പോവുകയും ചെയ്യും. യേശു ശിമിയോനെ വിളിച്ച് പറയുന്നുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നും കൂദാശകളിൽ നിന്നും പള്ളിയിൽ നിന്നുമെല്ലാം ചിലപ്പോൾ പലരും അകന്നു പോകുന്നത് കാണുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും എല്ലാം ഇത് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഭിന്നിപ്പിക്കുക എന്ന ചിന്തയോടെ നമ്മുടെ നാശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സാത്താൻ പ്രവർത്തിക്കുന്നതാണ് ഇവയെല്ലാം. നാം വിവേകത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. എബ്രായർ 3:12 തിരുവചനം പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന്. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. നാം നമ്മുടെ സ്വന്തമല്ല, നാം യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ യേശുവെ നേടാനുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ഈ ലോക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനായി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം പ്രാർത്ഥനയിലും ദൈവത്തിൽ ആശ്രയിച്ചും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.